സ്റ്റീവ് ജോബ്സ് മിക്കവാറും സമയങ്ങളിലെല്ലാം ധരിക്കുന്നത് ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആയിരിക്കും. മെജോറിറ്റി ഓഫ് ദ പിക്ചേഴ്സിലും ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുക ഈ ഒരു ഔട്ട്ഫിറ്റിൽ തന്നെയാണ്. ഇത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സിഗ്നേച്ചർ സ്റ്റൈലായിട്ട് മാറി, ഒപ്പം ആപ്പിളിൻ്റെയും. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഫേസ്ബുക്കിൻ്റെ ഫൗണ്ടറായ മാർക്ക് സക്കർബർഗിൻ്റെ കാര്യത്തിലും കാണാം. അദ്ദേഹത്തെ മിക്കവാറും സമയങ്ങളിലെല്ലാം കാണാനായിട്ട് സാധിക്കുക ഒരു ഗ്രേ ടീഷർട്ടിലും ജീൻസിലും ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഐ റിയലി വാണ്ട് ടു ക്ലിയർ മൈ ലൈഫ് ടു മേക്ക് ഇറ്റ് സോ ദാറ്റ് ഐ ഹാവ് ടു മേക്ക് ആസ് ഫ്യൂ ഡിസിഷൻസ് ആസ് പോസിബിൾ അബൌട്ട് എനിത്തിങ് എക്സെപ്റ്റ് ഹൗ ടു ബെസ്റ്റ് സെർവ് ദിസ് കമ്മ്യൂണിറ്റി. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ തീരുമാനങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്തിനാണെന്നാൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ ശരിയായ പർപ്പസ് എന്താണെന്നാൽ അദ്ദേഹത്തിന് പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കണം. അതിനുവേണ്ടി എത്രത്തോളം നല്ല ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുമോ അതെടുക്കാൻ വേണ്ടിയാണ് മറ്റുള്ള കാര്യങ്ങളിൽ അദ്ദേഹം കാര്യമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശരിയായ തീരുമാനങ്ങൾ തൻ്റെ കമ്പനിക്ക് വേണ്ടി എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അവിടെ ഒരു മെൻ്റൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യുകയാണ്, മറ്റുള്ള കാര്യങ്ങൾക്ക് കാര്യമായ ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ കൊടുക്കാതെ. സിമിലർ ആയിട്ടുള്ള കാര്യം ആൽബർട്ട് ഐൻസ്റ്റീനിലും കാണാം. അദ്ദേഹത്തെ മിക്കവാറും സമയങ്ങളെല്ലാം കാണാനായിട്ട് സാധിക്കുക ഒരു ഗ്രേ ക്ലോത്തിലായിരിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം. നല്ല നല്ല ക്ലോത്ത്സ് ധരിക്കാനായി താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ അവരെല്ലാം തന്നെ ഒരേ ടൈപ്പ് ഡ്രസ്സ് ആയിരിക്കില്ല എല്ലാ ദിവസവും ഇടുക. തീർച്ചയായും ഏതെങ്കിലും തരത്തിലുള്ള വെറൈറ്റീസ് ഉണ്ടായിരിക്കും, അത് എക്സ്പെൻസീവ് അല്ലെങ്കിൽ പോലും. എങ്കിൽ പിന്നെ ഈ രണ്ട് ടൈപ്പ് ആളുകളും തമ്മിൽ എന്താണ് ശരിക്കുള്ള വ്യത്യാസം? തീർച്ചയായും സക്സസ്ഫുൾ ആയ ആളുകൾ സാധാരണ ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് തീർത്തും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരിക്കും. എന്നാൽ ഈ ഒരു ആസ്പെക്റ്റിൽ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ് ഇവരെ ഇവിടെ വ്യത്യസ്തമാക്കുന്നത്? ഇവിടുത്തെ പ്രിൻസിപ്പിളാണ് ഡിസിഷൻ മേക്കിംഗ്. ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുക്കാം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ അദ്ദേഹം എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അലാറം ഓഫാക്കണോ വേണ്ടയോ? ഇന്ന് എക്സസൈസ് ചെയ്യണോ? എപ്പോഴാണ് വർക്കിന് വേണ്ടി തിരിക്കേണ്ടത്? അതിനുശേഷം വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ എടുക്കുന്ന തീരുമാനങ്ങൾ വേറെ. ഇന്ന് ലഞ്ചിന് എന്താണ് കഴിക്കേണ്ടത്? ഇന്ന് കൂടുതൽ സമയം വർക്ക് ചെയ്യണോ അതോ വീട്ടിലേക്ക് പോകണോ? ഡിന്നർ പുറത്തുനിന്ന് കഴിച്ചാലോ? ഇതുപോലെ ഒരുപാട് തീരുമാനങ്ങൾ കോമൺലി അയാൾക്ക് എടുക്കേണ്ടതായിട്ട് വരും. നോട്ട് ടു മെൻഷൻ ഏത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയായിരിക്കും അദ്ദേഹത്തിന്. ഇതുപോലെ നൂറുകണക്കിന് തീരുമാനങ്ങളായിരിക്കും ഒരാൾ സാധാരണ ഒരു ദിവസം എടുക്കുക. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൊണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ തീർത്തും അനാവശ്യമായിരിക്കും. സ്റ്റഡീസ് പറയുന്നത് എന്താണെന്നാൽ ഒരു ദിവസത്തിൽ ഒരാൾക്ക് നല്ല തോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കപ്പാസിറ്റിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ്. എന്ന് വെച്ചാൽ ഒരാൾ ഒരുപാട് സമയം ചിന്തിച്ചുകൊണ്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ദിവസത്തിലെ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹത്തിന് നല്ല തീരുമാനങ്ങൾ എടുക്കാനായി സാധിക്കാത്ത ഒരു അവസ്ഥ വരും. ഓഫ് കോഴ്സ്, എങ്കിലും അദ്ദേഹത്തിന് അതൊരിക്കലും ഫീൽ ചെയ്യില്ല. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളിലുള്ള ഒരു വീക്ക്നെസ്സാണിത്, ഒരു സൈക്കോളജിക്കൽ കണ്ടീഷൻ. അതായത് മേക്കിംഗ് എ ഡിസിഷൻ ഇൻ ദ പ്രസൻറ്റ് വിൽ റെഡ്യൂസ് യുവർ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഇൻ ദ ഫ്യൂച്ചർ. ഒരാൾക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നിക്കുമെങ്കിൽ പോലും അദ്ദേഹം ഒരു ദിവസം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് അദ്ദേഹത്തിന് ഒരു പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വരും. സാധാരണ ഉണ്ടാകുന്ന ഫിസിക്കൽ വീക്ക്നെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് തീർത്തും ഡിഫറൻ്റ് ആണ്. കാരണം ഈ ഒരു കേസിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വീക്ക്നെസ്സിനെ കുറിച്ച് നമ്മൾ ഒരിക്കലും അവെയർ ആയിരിക്കില്ല, എങ്കിലും നമ്മുടെ മെൻ്റൽ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സിനെയും മാർക്ക് സക്കർബർഗിനെയും പോലുള്ള വ്യക്തികളെല്ലാം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയമെടുത്ത് തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ അവർ ഡ്രസ്സ് എ ചൂസ് ചെയ്യണോ അതോ ഡ്രസ്സ് ബി ചൂസ് ചെയ്യണോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ബയോളജിക്കൽ പ്രൈസ് അവിടെ കൊടുക്കേണ്ടി വരും എന്നവർക്കറിയാം. ഡ്രസ്സിങ്ങിൻ്റെ കാര്യം എന്നുള്ളത് പബ്ലിക്കിന് വിസിബിൾ ആയിട്ടുള്ള ഒന്നാണ്. അത് ഒഴിച്ചു നിർത്തിയാൽ ഡെയിലി ലൈഫിൽ ഇവർ എത്രത്തോളം കുറവ് ഡിസിഷൻസ് ആയിരിക്കും ഇതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം എടുക്കുന്നുണ്ടാവുക. ഇതിനെക്കുറിച്ചൊന്നും തന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ആരുടെ കയ്യിലും ഇല്ല. എങ്കിലും തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ഇവർ ഒഴിവാക്കുന്നുണ്ടാവും അവരുടെ ലൈഫിൽ നിന്ന്. അവർക്ക് കൃത്യമായിട്ടറിയാം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി എത്രത്തോളം കുറവ് ബ്രെയിൻ പവറാണോ യൂസ് ചെയ്യുന്നത് അത്രത്തോളം എഫക്റ്റീവായിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ അവർക്ക് അവരുടെ മെൻ്റൽ എനർജി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യം മാത്രമല്ല, ഇതിലേക്ക് വരുന്ന സമയത്ത് മറ്റ് ചില ഫാക്ടേഴ്സ് കൂടി കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ഫാക്റ്റാണ് വാരൻ ബഫറ്റിനെ കുറിച്ച്. ഇദ്ദേഹം രാവിലെ ഷേവ് ചെയ്യുന്ന സമയത്ത് തൻ്റെ വൈഫിനോട് പറയും രാവിലെ പുറമേ നിന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എമൗണ്ട് തൻ്റെ വാലറ്റിൽ വെക്കാനായിട്ട്. ആ എമൗണ്ട് എത്രയാണെന്നല്ലേ? അതൊരു പക്ഷേ $2.61 ആയിരിക്കും, അതല്ലെങ്കിൽ $2.95. മാക്സിമം പോയാൽ $3.17. ഒരു വ്യക്തി, അദ്ദേഹത്തിന് $70 ബില്യൺ മേൽ നെറ്റ്വർത്ത് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും $2 കണക്ക് പറയാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ക്രേസി. വെറും $2 അദ്ദേഹം മക്ഡൊണാൾഡ്സിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇൻവെസ്റ്റിംഗ് ജീനിയസായ വാരൻ ബഫറ്റിനെ കുറിച്ചുള്ള ഒരു ഫാക്റ്റാണിത്. വാരൻ ബഫറ്റിൻ്റെ കാര്യം മാത്രമല്ല, റിച്ചായ പല വ്യക്തികളും എടുക്കുന്ന സമയത്തും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കാണാനായിട്ട് സാധിക്കുക. അനാവശ്യമായി $1 പോലും ചിലവാക്കാനായിട്ട് തയ്യാറാവാത്ത വ്യക്തികളാണ് ആ ഒരു പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ബേസിക് എക്സ്പെൻസിൽ മാത്രം ചുരുങ്ങിക്കൊണ്ട് മറ്റ് ചിലവുകളൊന്നും തന്നെയില്ല. അതുപോലെ തന്നെ ഇവർ ഫോളോ ചെയ്തിട്ടുള്ള ഇതുപോലുള്ള ഹാബിറ്റ്സ് ആണ് അവരെ ആ ഒരു പോയിന്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇവർ ഇങ്ങനെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്? ഫൈനാൻഷ്യലി ഇത്രയും അധികം സക്സസ്ഫുൾ ആയിട്ട് പോലും ഒരു മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കേണ്ട ആവശ്യം എന്താണ്?
ഇതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് അത് അവരുടെ പാസ്റ്റ് തന്നെയാണ്. ഫൈനാൻഷ്യലി ഇതിനോടകം തന്നെ സക്സസ്ഫുള്ളായ 86% ആളുകളും തുടങ്ങിയിരിക്കുന്നത് ഒന്നുകിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഒരു പുവർ ഫാമിലിയിൽ നിന്ന്. അതായത് മാക്സിമം ഹാർഡ് വർക്കും ഡെഡിക്കേഷനും മൂലമാണ് അവർ ആ പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഒരു വെൽത്തി ഫാമിലിയിൽ ജനിച്ചു എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നല്ലൊരു പോയിന്റിലേക്ക് എത്തിച്ചേരുവാനായിട്ട് അവർക്ക് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയിട്ടുള്ള പൈസയാണ് അവർ പിന്നീട് ബിസിനസ്സിനും ഇൻവെസ്റ്റിങ്ങിനും വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതൊന്നും തന്നെ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഇന്റർനെറ്റിന്റെ പെനിട്രേഷൻ മൂലം ചില കേസുകളിൽ ഒരു ഇൻസ്റ്റന്റ് സക്സസ് ലഭിച്ചെന്നിരിക്കും, ചിലർക്കല്ല. എന്നാൽ ഇതിന് മുൻപത്തെ ജനറേഷനും അതിന് മുൻപത്തെ ജനറേഷനും എല്ലാം എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരിക്കലും പോസിബിൾ ആയിരിക്കില്ല. സക്സസ് അച്ചീവ് ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരു സർവേ പ്രകാരം കഴിഞ്ഞ ജനറേഷനിൽ ഒരാൾക്ക് $1 മില്യൺ എന്നുള്ള ആ ഒരു ട്രേഡ് മാർക്ക് എത്തിച്ചേരാനായിട്ട് ഓൺ ദി ആവറേജ് 32 വർഷം എടുക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 32 വർഷം എടുത്തുകൊണ്ടായിരിക്കും ഒരാൾ ഒരു മില്യനെയറായി മാറാം. എന്നാൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് കാര്യങ്ങൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ വിജയിക്കുകയാണെങ്കിൽ തന്നെ ഒരാൾക്ക് ഒരു ഓവർനൈറ്റ് സക്സസ് പോസിബിൾ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ജനറേഷനിൽ ഒരാൾക്ക് മില്യനെയറായി മാറണമെങ്കിൽ അതിന് 32 വർഷം എടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ 1% ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ടാർഗറ്റ് 40 വയസ്സിന് മുൻപ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, വെറും 3% ആളുകൾക്ക് മാത്രമാണ് 40നും 45നും ഇടയ്ക്ക് ആ ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇതുവരെ മില്യനെയറായ വ്യക്തികളിൽ 4% ആളുകൾക്ക് മാത്രമാണ് അത് 45 വയസ്സിന് മുൻപ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോഴത്തെ കണക്കല്ല, ഇതിന് മുൻപത്തെ ജനറേഷനിലെ. ഈ ഒരു ഡാറ്റയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതുപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം തന്നെ വളരെ ചീപ്പായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ജീവിച്ചിട്ടുള്ളതെന്ന്. ഓഫ് കോഴ്സ് ഇതെല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും ഭൂരിഭാഗം ആളുകളും ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്. എല്ലാവരും ലംബോർഗിനിയും ഫെറാറിയും കൊണ്ടല്ല ബിസിനസ് ചെയ്യാനായിട്ട് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും: പൈസ വേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സമ്പന്നരും ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ചില ശീലങ്ങളെല്ലാം തന്നെ അവരവരുടെ ലൈഫിൽ ത്രൂഔട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. ഇതുപോലെ അവർ പിന്തുടർന്നിട്ടുള്ള ചില ഹാബിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതൊന്നും തന്നെ എല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും ഭൂരിഭാഗം ആളുകളും ഈ ഒരു പാത്ത് തന്നെയാണ് പിന്തുടർന്നിട്ടുള്ളത്, എസ്പെഷ്യലി സൂപ്പർ സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികൾ. നമ്പർ 7, മോസ്റ്റ് റിച്ച് പീപ്പിൾ ഡ്രൈവ് യൂസ്ഡ് കാർസ്. അതിന് കാരണം എന്താണെന്നാൽ അവരുടെ ഐഡിയ എന്ന് പറയുന്നത് റിച്ച് ആവുക എന്നുള്ളതാണ്. റിച്ച് ആയിക്കൊണ്ട് ആളുകൾ കാണിക്കുക എന്നുള്ളതല്ല. വളരെ റിച്ച് ആയിട്ടുള്ള ഒരാളുടെ സിഗ്നേച്ചർ സ്റ്റൈലായിരിക്കും അയാൾ ഒരു എക്സ്പെൻസീവ് കാറിൽ വന്ന് ഇറങ്ങുക എന്നുള്ളത്. എന്നാൽ ഇതൊന്നും തന്നെ എല്ലാവരുടെ കാര്യത്തിലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അവിടെയാണ് റിച്ചും വെൽത്തിയും തമ്മിലുള്ള വ്യത്യാസം. റോബർട്ട് കിയോസാക്കി പറഞ്ഞുള്ളതുപോലെ ബിൽഗേറ്റ്സിൻ്റെ കാര്യം എടുക്കാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ 19-ാം വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെയാണ് മൈക്രോസോഫ്റ്റിന് വേണ്ടി. ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന് നേരിട്ടുള്ള ഒരു പ്രശ്നം അത് അദ്ദേഹത്തിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിലാണ്. എന്തെന്നാൽ ആ സമയത്ത് അദ്ദേഹത്തിന് ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടാക്സിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം യാത്രയും. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ അദ്ദേഹത്തിന് ആവശ്യമുണ്ടെങ്കിൽ എത്ര കാർ വേണമെങ്കിലും വാങ്ങിച്ചിടാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഡ്രൈവിംഗ് അറിയില്ല എന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈവറെ കീപ്പ് ചെയ്യാനും സാധിക്കും. ഇതൊന്നും അദ്ദേഹത്തെ ആരെങ്കിലും പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ വർക്കിന് വേണ്ടി അദ്ദേഹത്തെ മാക്സിമം പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു മെൻറ്റാലിറ്റി അത്യാവശ്യമായിരുന്നു. ഇതിനോട് സിമിലർ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിനു മുൻപ് വാരൻ ബഫറ്റിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴുണ്ടായത്. ഇനിയിപ്പോൾ ആമസോണിൻ്റെ ഫൗണ്ടറായ ജെഫ് ബെസോസിൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം യൂസ് ചെയ്തിരുന്നത് ഒരു പഴയ ഹോണ്ട കാറായിരുന്നു. ഈ ആളുകൾക്കെല്ലാം തന്നെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കാർ കളക്ഷൻസ് ഉണ്ട്. എങ്കിലും അവരുടെ വർക്കിൻ്റെ സമയത്തൊന്നും തന്നെ അവരതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. നമ്പർ 6, മോസ്റ്റ് വെൽത്തി പീപ്പിൾ ഡോണ്ട് ഹാവ് എനി ഡെപ്റ്റ്. ഫൈനാൻഷ്യൽ കരിയറിൽ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മോശമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അനാവശ്യമായിട്ടുള്ള കടം ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതായിരിക്കും. അതൊരു പക്ഷേ ഹോം ലോൺ ആയിരിക്കും, അതല്ലെങ്കിൽ കാർ ലോൺ, ഗോൾഡ് ലോൺ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം. ഇതെല്ലാം തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലയബിലിറ്റീസ് ആണ്. ഒരാൾക്ക് എത്രത്തോളം ഇതുപോലുള്ള ലയബിലിറ്റീസ് ഉണ്ടാവുന്നോ അത്രത്തോളം അയാൾ ആ ഡെപ്റ്റിനോട് അടിമയായിട്ടായിരിക്കും ജീവിക്കുക. എങ്കിലും ലോൺ എല്ലാ രീതിയിലും മോശമാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. നല്ല ലോണുണ്ട്, അതുപോലെ തന്നെ മോശം ലോണുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം. അതേസമയം നോർമലി ഒരാളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അയാൾ ലോൺ എടുത്തതിന് ശേഷം അത് അടയ്ക്കാനായിട്ട് ശ്രമിക്കുക അയാളുടെ ഇൻകത്തിൽ നിന്ന് തന്നെയായിരിക്കും. സേവ് ചെയ്യുന്ന എമൗണ്ട് നല്ല സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും ഒരാൾക്ക് മാക്സിമം ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഇതുമൂലം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് സേവ് ചെയ്യാനായിട്ട് പോലും സാധിക്കുന്നില്ല. അതേസമയം വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ കാര്യം എടുത്താൽ അവർ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും അവസാനത്തെ കാര്യമായിരിക്കും ഇതുപോലുള്ള കടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത്. കരിയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാർ വാങ്ങിക്കൊണ്ട് പിന്നീട് സക്സസ്ഫുൾ ആയി മാറിയ ഒരാളെയും കാണാനായിട്ട് സാധിക്കില്ല. റെയർ കേസുകൾ ഉണ്ടായേക്കാം, എങ്കിലും ഭൂരിഭാഗം ആളുകളും ആ ഒരു കാറ്റഗറിയിലായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വെൽത്തി ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഡെപ്റ്റ് ക്യാരി ചെയ്യില്ല. അവർക്ക് കൃത്യമായിട്ടറിയാം ഈ ഡെപ്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ബാരിയർ ആയിരിക്കും വെൽത്ത് ക്രിയേഷൻ്റെ സമയത്ത്. നമ്പർ 5, മോസ്റ്റ് വെൽത്തി പീപ്പിൾ നെവർ ബൈ എക്സ്പെൻസീവ് ഹൗസസ്. ഒരു വീട് എത്രത്തോളം എക്സ്പെൻസീവ് ആയിരിക്കും എന്നുള്ളത് തീർത്തും സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് അയാളുടെ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും. അതായത് ഒരാൾക്ക് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്ന ഒരു വീട് മറ്റൊരാൾക്ക് അതൊന്നും തന്നെ ആയിരിക്കില്ല.
സ്വന്തമായിട്ടൊരു വീടുണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഡ്രീം ആയിരിക്കും. എന്നാൽ ഒരു വീട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അല്ല, പകരം ഒരു ലൈബിലിറ്റി ആണെന്ന് റിച്ച് ഡാഡ് പുവർ ഡാഡിൽ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഫൈനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതും പിന്നിലോട്ട് വലിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. വാരൻ ബഫറ്റിൻ്റെ കാര്യം എടുത്താൽ 1958 $31,000 വാങ്ങിച്ചൊരു വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴും താമസിക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് അത് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു ഫ്രൂഗൽ ലൈഫ് സ്റ്റൈലാണ് മെജോറിറ്റി ഓഫ് ദ ബില്യനേഴ്സും ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. അതേസമയം ഒരു സാധാരണ വ്യക്തിയുടെ കാര്യം എടുത്താൽ എങ്ങനെയായിരിക്കും? അദ്ദേഹം ഇതുവരെ സേവ് ചെയ്തതിൽ വെച്ച് 90% കൂടുതൽ എമൗണ്ടും പേ ചെയ്തുകൊണ്ടായിരിക്കും ഒരു വീടെടുക്കുക. അതേസമയം ഇത്തരത്തിൽ വെൽത്തി ആയിട്ടുള്ള ആളുകളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഒരുപാട് കൊട്ടാരങ്ങൾ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ട് പോലും അവരുടെ വെൽത്തിലെ വളരെ നിസ്സാര പെർസെൻറ്റേജ് മാത്രമായിരിക്കും ഒരു വീടിന് വേണ്ടി അവർ ചിലവാക്കുന്നത്. വീണ്ടും പറയുന്നു, ഇതെല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും ഭൂരിഭാഗം ആളുകളും ഇതുപോലുള്ള ഐഡിയോളജി തന്നെയാണ് ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. ഒരുപാട് വെൽത്തി ആയിട്ടുള്ള ആളുകൾ അവരുടെ ചെറിയ വീട്ടിൽ തന്നെ വളരെയധികം കംഫർട്ടബിൾ ആയിട്ടാണ് ജീവിക്കുന്നത്. അതുവഴി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള കൂടുതൽ പണം കണ്ടെത്താനായിട്ടും സാധിക്കും. ദാറ്റ് ലീഡ്സ് ടു പോയിന്റ് നമ്പർ 4. മോസ്റ്റ് വെൽത്തി പീപ്പിൾ ഇൻവെസ്റ്റ് കൺസിസ്റ്റൻ്റ്ലി. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കാര്യം എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു പ്രയോറിറ്റി തന്നെയായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. എങ്കിലും ഇൻവെസ്റ്റിങ്ങിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയധികം ഇൻട്രസ്റ്റഡ് ആവാനായിട്ടുള്ള കാരണം? മാസീവ് വെൽത്ത് ജനറേറ്റ് ചെയ്യുന്നത് മെയിൻലി 3 സോഴ്സിൽ നിന്നായിരിക്കും. നമ്പർ 1 ബിസിനസ്, നമ്പർ 2 റിയൽ എസ്റ്റേറ്റ്, നമ്പർ 3 ഇൻവെസ്റ്റിംഗ്. ബിസിനസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് ബിസിനസ് വേണമെങ്കിലും ആവാം, സെൽഫ് എംപ്ലോയിഡ് അടക്കം. ഇതിലാദ്യത്തെ 2 ഫാക്ടേഴ്സ് എടുക്കാം, ബിസിനസ്സും റിയൽ എസ്റ്റേറ്റും. ഇത് രണ്ടിലൂടെയും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും അതിലൊരു പ്രശ്നമുണ്ട്. ഏതൊരു ബിസിനസ്സിൻ്റെ കാര്യം എടുത്താലും അതല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം എടുത്താലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ പിന്നീട് അതിൽ നിന്ന് ഒരുപാട് നഷ്ടം ഉണ്ടായിരിക്കും. അതിനുശേഷം എല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഓവർനൈറ്റ് എല്ലാം പഴയതുപോലെയാക്കി മാറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇവയ്ക്കെല്ലാം. എസ്പെഷ്യലി ഒരാൾ തുടങ്ങുന്ന സമയത്ത് മിസ്റ്റേക്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. ഓഫ് കോഴ്സ് മിസ്റ്റേക്കിലൂടെ തന്നെയായിരിക്കും ഒരാൾ വളർന്നുകൊണ്ടിരിക്കുക. എങ്കിലും അവിടെ നമുക്ക് സമയനഷ്ടം ഉണ്ടായിരിക്കും. ഇതുപോലെ മിസ്റ്റേക്സ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിനെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുപോലെ മോണിറ്റർ ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനും സാധിക്കില്ല. അതായത് കുറച്ച് നഷ്ടമുണ്ടായി കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് ലഭിക്കുക. അതിനുശേഷം നമ്മളൊരു ആക്ഷൻ എടുക്കും. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ഇരിക്കേണ്ടി വരും. അതേസമയം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവരൊരിക്കലും വർഷത്തിൽ 1 തവണയോ അതല്ലെങ്കിൽ 2 തവണയോ ഒന്നും ആയിരിക്കില്ല ഇൻവെസ്റ്റ് ചെയ്യുക. അവർക്ക് കൃത്യമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ പവറിനെ കുറിച്ച് അറിയാം. ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇത് തന്നെയാണ് സമ്പന്നരുടെ ഏറ്റവും വലിയ രഹസ്യവും. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു കാര്യം ഒരിക്കലും മിസ് ചെയ്യില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു മാസീവ് എമൗണ്ട് ആയിരിക്കണമെന്നില്ല. എങ്കിലും അവരത് ത്രൂ ഔട്ട് ലൈഫിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇൻവെസ്റ്റിങ്ങിൽ ജനറേറ്റ് ചെയ്യുന്നത് ലിക്വിഡ് ഫോം ഓഫ് മണിയാണെന്ന് പറയും. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് റിയൽ ടൈമിൽ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റോക്സ് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് തന്നെ അതിന്മേൽ നല്ലൊരു കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് മാറുന്നില്ല. ഇതേ കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്താൽ പോലും ബിസിനസ്സിലും റിയൽ എസ്റ്റേറ്റിലും വരുന്ന അത്രയും നഷ്ടം ഒരാൾക്ക് ഉണ്ടാവുന്നില്ല. റോബർട്ട് കിയോസാക്കിയുടെ ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എടുക്കുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ആദ്യത്തെ ക്വാഡ്രന്റിലുള്ളത് എംപ്ലോയീസ് ആണ്, അതായത് ജോലി ചെയ്യുന്ന വ്യക്തികൾ. രണ്ടാമത്തെ ക്വാഡ്രന്റിലുള്ളത് സെൽഫ് എംപ്ലോയിഡ്, അതായത് അവർക്ക് അവരുടെ വർക്കിനെ ഒരു ബിസിനസ് ലെവലിലേക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതേസമയം അവർ തന്നെയാണ് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ക്വാഡ്രന്റിലുള്ളത് ബിസിനസ് ഓണർ. ഇവർ മറ്റ് 2 ക്വാഡ്രന്റിലുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫൈനാൻഷ്യലി കൂടുതൽ സുപ്പീരിയർ ആയിരിക്കും. ഇവർ സ്വയം അവരുടെ ബിസിനസ്സിന് വേണ്ടി വർക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം അവരൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ സിസ്റ്റത്തിനകത്ത് ഒരുപാട് മെഷീൻസും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വർക്കേഴ്സും ഉണ്ടായിരിക്കും. ഇവരെല്ലാം ആയിരിക്കും അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. അതായത് ഇയാളുടെ പൈസ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓണറുടെ കാര്യം എടുത്താലും അയാൾക്ക് ഒരുപാട് വർക്ക്സ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതേസമയം 4ാമത്തെ ക്വാഡ്രന്റിലുള്ളവരാണ് ഇൻവെസ്റ്റേഴ്സ്. ഇവരുടെ കാര്യം എടുത്താൽ ബിസിനസ് ഓണേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ ഇന്നോവേറ്റീവായി ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അവരവരുടെ പൈസ ഈ ബിസിനസ് ഓണേഴ്സിന് നൽകുകയാണ് ചെയ്യുന്നത്, അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായി. പിന്നീട് ബിസിനസ് ഓണേഴ്സിൻ്റെ വർക്ക്സ് എല്ലാം ഡെവലപ്ഡ് ആവുന്ന സമയത്ത് ആ ഒരു എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഈ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കും. നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ നഷ്ടം തന്നെയായിരിക്കും ഇവർക്കും ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇവർക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാർട്ടിക്കുലർ സിസ്റ്റം ഇവർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേസമയം ഇവിടെ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഈ ഒരു വർക്കിന് ഒരുപാട് വാല്യൂ ഉണ്ടെന്നൊന്നും പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാകുന്ന പണമെല്ലാം ചാരിറ്റിക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം സൊസൈറ്റിക്ക് വേണ്ടി ശരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ക്വാഡ്രന്റ് 3-ലുള്ളവർക്കായിരിക്കും. പോയിന്റ് നമ്പർ 3, വെൽത്തി പീപ്പിൾ ഹാവ് മൾട്ടിപ്പിൾ പാസീവ് ഇൻകം സ്ട്രീംസ്. ഒരു ജോലിയിൽ നിന്നും ഒരാൾ വലിയൊരു എമൗണ്ട് തന്നെ പേ ചെക്കായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് അയാൾക്കത് നിർത്തേണ്ടതായിട്ട് വരും. അന്നേരം എന്താ സംഭവിക്കുക? അയാളുടെ എല്ലാ ഇൻകം സ്ട്രീംസും അതോടുകൂടി ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. കാരണം അയാൾ ചെയ്തുകൊണ്ടിരുന്നത് അയാളുടെ സമയത്തെ പൈസ ഉണ്ടാകുന്നതിന് വേണ്ടി യൂസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അതേസമയം പാസീവ് ഇൻകം സ്ട്രീംസിൻ്റെ കാര്യം എടുത്താൽ പൈസയായിരിക്കും അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക.
മൾട്ടിപ്പിൾ പാസീവ് ഇൻകം സ്ട്രീംസ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതേസമയം അത് ഒരു തവണ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത വ്യക്തിയുടെ പോക്കറ്റിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു എമൗണ്ട് വന്നുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപ് ഒരുപാട് തവണ പറഞ്ഞുള്ളതാണ്. പോയിന്റ് നമ്പർ 2, വെൽത്തി പീപ്പിൾ ലിവ് ഓൺ എ ബഡ്ജറ്റ്. അമേരിക്കയിൽ നടത്തിയ ഒരു സർവേ പ്രകാരം സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു മാസത്തിൽ ഗ്രോസറീസിന് വേണ്ടി ചിലവാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഓൺ ദി ആവറേജ് $680. അതേസമയം മില്യനെയർ ആയ ഒരു വ്യക്തിയുടെ കാര്യം എടുത്താൽ ഈ നമ്പർ $418. ഈ ഡാറ്റാസ് എല്ലാം തന്നെ വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെയാണ് റിവീൽ ചെയ്യുന്നത്. പൈസ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ആളുകളൊന്നും തന്നെ കൂടുതലായി ചിലവാക്കാത്തത്, പകരം ചെറിയ കാര്യങ്ങൾ പോലും അവർ സൂക്ഷിക്കുന്ന ഈ ഒരു മെൻ്റൽ ഹാബിറ്റാണ് അവരെ കൺസിസ്റ്റൻ്റ്ലി വെൽത്തി ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നത്. സൂപ്പർ റിച്ച് ആയ ആളുകൾ പോലും ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ എക്സ്പെൻസീവായി ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല എന്നല്ല, എങ്കിലും അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക അതൊന്നും തന്നെ അവർ ചെയ്യുന്നില്ല. ഇവരുടെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഹാബിറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സക്സസ്ഫുള്ളായി മാറാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്. അതായത് ചിലവ് ചുരുക്കി ജീവിക്കുക എന്നുള്ളത്. വെൽത്തി ആയിട്ടുള്ള ഒരാളുടെയും സാധാരണക്കാരൻ്റെയും ബഡ്ജറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും. എങ്കിലും ഒരു സാധാരണക്കാരനേക്കാളും ചിലവ് ചുരുക്കി ജീവിക്കുന്ന മില്യനേഴ്സ് ഇപ്പോഴും ഉണ്ട്. പോയിന്റ് നമ്പർ 1, വെൽത്തി പീപ്പിൾ ഗിവ് ഔട്ട് ജനറസ്ലി. വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ സക്സസ്ഫുൾ ആയ പല വ്യക്തികളും അവർ ജനറേറ്റ് ചെയ്ത എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നതായിട്ട്. അവർക്ക് പൈസയാണ് ആവശ്യമെങ്കിൽ അവരൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. അതേസമയം ആ ഒരു പോയിന്റിലേക്ക് എത്തിയ ഭൂരിഭാഗം ആളുകളും ചെയ്യുന്ന ഒരു കാര്യമാണത്. അതിന് കാരണം എന്താണെന്നാൽ ആരൊക്കെയാണോ സ്വന്തം രീതിയിൽ പൈസ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുശേഷം പൈസ ഉണ്ടാക്കി ഷോ ഓഫ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മീഡിയോക്കർ ലെവലിലുള്ള ചിന്തകളാണ്. ഇതുപോലൊരു തോട്ട് പ്രോസസ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരാൾക്കൊരു ഹയർ പോയിന്റിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇതുപോലെ വലിയൊരു നിലയിൽ എത്തിച്ചേർന്ന വ്യക്തികൾക്കെല്ലാം തന്നെ അവരുടെ മൈൻഡിൽ ഒരു ഹിഡൻ പർപ്പസ് ഉണ്ടായിരിക്കും. ആ പർപ്പസ് ആയിരിക്കും അവരെ പുഷ് ചെയ്യുന്നത്. വാരൻ ബഫറ്റ് തൻ്റെ 99% നെറ്റ്വർത്തും ഡൊണേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ച ഒരു വ്യക്തിയാണ്. അതേസമയം അദ്ദേഹം തന്നെ കയ്യിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഷോ ഓഫ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടേയില്ല. അതേസമയം ചില ഇൻ്റർനെറ്റ് സ്റ്റാർസിൻ്റെ കാര്യം എടുത്താലോ, സ്വയം റിച്ച് ആണെന്ന് കാണിക്കാനായിരിക്കും അവർ ഒരുപാട് കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ടാവുക. ഇതാണ് വ്യത്യാസം റിച്ചും വെൽത്തിയും തമ്മിൽ. റിച്ച് ആയിട്ടുള്ള വ്യക്തികൾ ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും ബ്രോക്ക് സ്റ്റേജിലേക്ക് തന്നെ പോകും. അതേസമയം വെൽത്തി ആയിരിക്കും കൂടുതൽ ലൈഫ് എൻജോയ് ചെയ്യുക. ലൈഫിന് പർപ്പസ് ഉണ്ടായിരിക്കുക ഇവർക്ക് തന്നെയായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയാം. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാനായി ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ടേക്ക് കെയർ.